ഗവർണർക്ക് ഇനി കേന്ദ്ര സർക്കാർ സുരക്ഷ. Z+ കാറ്റഗറി സുരക്ഷ ഗവർണർക്കും രാജ്ഭവനും ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇവരുമായി ടിൻഡു ചേരുകയാണ്. ടിൻഡു, നിലമേൽ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് നടന്ന SFIയുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം തേടിയിരുന്നു. ഗവർണർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകാനുള്ള നിർദ്ദേശം രാജ്ഭവന് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഏറെ നിർണായകമായ തീരുമാനം? തീർച്ചയായും KP, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഗവർണർക്കെതിരെ SFI പ്രവർത്തകരും സർക്കാരും ഒരു ശക്തമായൊരു കടന്നാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ഗവർണർ പല ഘട്ടങ്ങളിലും റൂട്ട് മാറി പോകുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ഇത്തരത്തിൽ SFIയുടെ അതിക്രമം അതിര് കടന്നൊരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, ആദ്യം ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ആരംഭിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇന്നത് അതിരൂക്ഷമായ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ. ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഗവർണർക്ക് അതീവ സുരക്ഷ നൽകണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, അതുപോലെ സംസ്ഥാന ആഭ്യന്തര കാര്യമൊക്കെ വളരെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലെ അതിക്രമങ്ങളെ തടയിടാനോ അല്ലെങ്കിൽ അതിക്രമങ്ങൾക്ക് ഒരു ഗുരുതര വകുപ്പ് ചുമത്തി ഇത്തരത്തിലെ പ്രവർത്തകരെ തടയാനോ ഒന്നും സംസ്ഥാന പോലീസിന് അല്ലെങ്കിൽ പിണറായി പോലീസിന് സാധിച്ചിട്ടില്ല. ആ ഒരു കഴിവുകേട് തന്നെയാണ് ഈ ഘട്ടത്തിൽ കൊല്ലം നിലമേലും കണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവർണർക്ക് കേരളത്തിന്റെ പ്രഥമ പൗരൻ എന്ന പരിഗണന ലഭിക്കാൻ അല്ലെങ്കിൽ ഭരണഘടനാ പദവിയുള്ള ഗവർണർക്ക് കേന്ദ്രം നേരിട്ട് സുരക്ഷ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പരാജയം തന്നെയാണ് എന്ന് വേണം നമുക്ക് ഇവിടെ. ഇനി CRPF ആയിരിക്കും ഗവർണറുടെ വാഹനങ്ങൾക്ക് അകമ്പടി സേവിക്കുക, ഒപ്പം രാജ്ഭവനടക്കം സുരക്ഷ ഒരുക്കുക, അല്ലേ? തീർച്ചയായും KP, അത് തന്നെയാണ്. CRPF ആയിരിക്കും ഈ സുരക്ഷ അല്ലെങ്കിൽ ഗവർണർക്ക് അതീവ സുരക്ഷ നൽകുക. ഗവർണർ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വെഞ്ഞാറമൂട് ഭാഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരും കൂടുതൽ CRPF ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഗവർണറുടെ വാഹനത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിലേക്ക് പോകുന്ന SFI ഗുണ്ടകളെ നിയന്ത്രിക്കാൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഗവർണർക്ക് അതീവ സുരക്ഷ നൽകിക്കൊണ്ട് Z+ കാറ്റഗറി CRPFന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷ എന്നൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഗവർണർ പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞു മാറിയിരുന്നു. പക്ഷേ SFI അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. SFI കടിഞ്ഞാണിടുക എന്ന് തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് വേണം കേന്ദ്രത്തിന്റെ ഈ ഇടപെടൽ എന്ന് മനസ്സിലാക്കാൻ KP. ഗവർണർക്ക് ഇനി കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷ. Z+ കാറ്റഗറി സുരക്ഷ ഗവർണർക്കും രാജ്ഭവനും ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു കഴിഞ്ഞു. വിവരങ്ങളാണ് ടിൻഡു ദാസ് നൽകിയത്.